റോജായ സന്ദീപ് വാര്യറിന് പിന്നാലെ PV അൻവർ കോൺഗ്രസിലേക്ക് KC വേണുഗോപാലുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം. അൻവറിന്റെ വരവ് കോൺഗ്രസിന് ഗുണമാവോ? അൻവർ ഈ വലിയ പുകിലുണ്ടാക്കിയിട്ടാണ് CPM-മായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുന്നത്. പക്ഷേ അൻവർ ഉദ്ദേശിച്ച പോലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പം ഏതാണ്ട് ഒരു ഗതികെട്ട പ്രേതം പോലെയാണ് അൻവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ മലബാറിൽ ഇത്തരത്തിലുള്ള ഈ കാലുമാറ്റങ്ങളും ഒന്നും ഒരു പുതുമയല്ല. പല ഘട്ടങ്ങളിലും പ്രധാനപ്പെട്ട പാർട്ടികളിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, ലീഗിൽ നിന്ന്, CPM-ൽ നിന്നും CPI-യിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നൊരു പതിവുണ്ട്. അവരൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ പിന്നീട് വളരെ സജീവമാവുകയും ഒക്കെ ചെയ്തവരാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ മലബാറിൽ നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി മാറ്റമായിരുന്നു TK ഹംസയുടെ. മലപ്പുറത്ത് DCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് തന്നെയാണ് അദ്ദേഹം പാർട്ടി വിട്ട് CPM-ന്റെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചത്. അദ്ദേഹം പിന്നീട് അവിടെ തന്നെ തുടരുകയും മന്ത്രിയാവുകയും പിന്നീട് MP ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട, ഇന്നും രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കൂടുമാറ്റമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. പിന്നീട് ഉണ്ടായത് KNA ഖാദർ, CPI-യുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ലീഗിലേക്ക് വരികയും MLA ആയി 2 തവണ തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൽ നിന്ന് പോയ 2-3 പേരാണ് അൻവറും V അബ്ദുൾ റഹ്മാനും ഒക്കെ. അവർ യുവ നേതാക്കൾ എന്നുള്ളതിൽ ആ പ്രദേശങ്ങളിൽ വളരെ സജീവമായിരുന്നവരാണ്. കോൺഗ്രസിനകത്ത് സീറ്റ് കിട്ടാത്ത സാഹചര്യത്തിലും പാർട്ടിക്കുള്ളിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിലാണ് 2016 ഇവർ രണ്ടുപേരും പാർട്ടി വിട്ടു പോവുകയൊക്കെ ചെയ്തത്. ജലീൽ ഇവരൊക്കെ ലീഗിൽ നിന്ന് പോകുന്നു, PT റഹീം ലീഗിൽ നിന്ന് പോകുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് ലീഗിലേക്ക് വന്ന ഒരാളാണ് INL-ന്റെ നേതാവായിരുന്ന PMA സലാം. അപ്പം ഇങ്ങനെ മലബാറിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പാർട്ടികളിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടുമാറ്റം ഒരു അത്ര പുതുമയുള്ളതല്ല. പലരും പിന്നീട് സജീവമാവുകയും പിന്നീട് അസ്തമിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ സ്വാധീനമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം. ഇത് മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഏത് പാർട്ടിയിലായാലും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എല്ലാവരും സജീവമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനകത്തേക്ക്, കാരണം അൻവറിന് കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അൻവർ പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു, വളരെ സജീവമായി യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അൻവർ കോൺഗ്രസ് വിട്ടുപോയി CPM-ന്റെ ആളായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് CPM-കാർ പോലും പറയാത്ത തരത്തിലുള്ള ആഭാസ വർത്തമാനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെയാണ് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഈവൻ രാഹുൽ ഗാന്ധിക്കെതിരെ വരെ DNA പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ട ആളാണ്. അപ്പോൾ അതൊരു വഴിക്ക്. പിന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചു. അതിന് CPM പോലും അത് ടേക്കപ്പ് ചെയ്തില്ല. പക്ഷേ അതൊക്കെ തന്നെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പിന്നെ ഈ CPM-നെ ഇത്രയും അധിക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ചൊരിഞ്ഞു വന്നിട്ടും കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അൻവറിനോടൊരു ആവേശമൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള സാധാരണ ഇതിപ്പം 2 കൈ നീട്ടിയാണ് നമ്മൾ സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് കണ്ടത്. അപ്പോൾ അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കണമെന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക തലത്തിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നിന്നോ അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടാവുന്നില്ല. അൻവറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവും പിന്നെ KPCC പ്രസിഡന്റും ഒക്കെ ഒരു തരം മരവിച്ച അവസ്ഥയിലാണ് പ്രതികരണങ്ങൾ തന്നെ. സതീശൻ വളരെ ബ്ലണ്ടായിട്ട് തന്നെ പറഞ്ഞു എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല എന്ന്, UDF-ലേക്ക് അടുപ്പിക്കത്തില്ല എന്നൊക്കെ ഉള്ള മട്ടിൽ തന്നെ വളരെ കട്ടൻ ഡ്രൈ ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അൻവർ പിന്നെ ഏതാണ്ട് ഇപ്പോൾ ഒരു തൃശങ്കു സ്വർഗത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ പോയി തൃണമൂൽ കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയെന്ന് പറയുന്നു. അത് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലായിരിക്കാം ഈ കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയെന്നൊക്കെ പറയുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പ് മാത്രമല്ല, അൻവർ വന്നു കഴിഞ്ഞാൽ നിലമ്പൂരിലെ സീറ്റ് മൂവികളും കടുത്ത എതിർപ്പായിട്ട് വരും. ഇപ്പോൾ മലപ്പുറത്ത് കോൺഗ്രസിൽ നിന്നും എതിർപ്പ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അത് തീർച്ചയല്ലേ. അൻവർ അവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങളെ മുഴുവൻ തകർക്കുകയും അൻവർ അവരുമായിട്ടെല്ലാം ശത്രുതയിലൊക്കെ പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ആര്യാടൻ്റെ മകനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആദ്യം അൻവർ ജയിക്കുന്നത്. അതൊരു വഴിക്ക്. പിന്നീട് ആ സീറ്റിലേക്ക് ഇപ്പോൾ കണ്ണുവച്ചിരിക്കുന്ന പല നേതാക്കന്മാർ, BS ജോയി ഉണ്ട്, ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ പല സാധ്യതകളും പലരും അതിനകത്തേക്ക് കണ്ടുവച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഈ അൻവറിൻ്റെ വരവിനോട് യോജിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വഴിക്കുണ്ട്. പിന്നെ അൻവറിന് ഈ പറയത്തക്ക സ്വാധീനം ഉണ്ടെന്ന് ഇവരെ തെളിയിക്കാൻ പറ്റുന്നുണ്ട്. ഈ 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. അവിടെ ഒന്നും അൻവറിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലായിരുന്നു അൻവറിൻ്റെ അവസ്ഥ. അൻവർ ഈ ബഹളം കൂട്ടി പുറത്തിറങ്ങിയ പോലെ തന്നെ CPM-നെ ശക്തി ക്ഷയിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. കുറേ ആരോപണങ്ങൾ എയറിൽ നിർത്തിയിട്ടുണ്ട്. അതിന് അടിസ്ഥാനപരമായ മെറ്റീരിയലൊന്നും കാര്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. അതവിടെ നിൽക്കുകയാണ്. ആ അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് പിന്നീട് പോകാനൊന്നും അൻവറിന് കഴിഞ്ഞില്ല. അൻവർ പാർട്ടി ഉണ്ടാക്കും, അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞതല്ലാതെ
ഒന്നും നടന്നിട്ടില്ല. കേരളം പോലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും മുന്നണിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാത്ത ഒരു സ്വതന്ത്ര അംഗത്തിനും സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു തവണയോടൊക്കെ ചിലപ്പോൾ ജയിച്ചെന്നിരിക്കുക. പക്ഷേ ഒരു സജീവ രാഷ്ട്രീയത്തിന് നിങ്ങൾക്ക് നിൽക്കണം. അത് അൻവറിന് ബോധ്യം വന്നുകൊണ്ടാണല്ലോ അൻവർ ഇപ്പം എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുന്നത്. പി സി ജോർജ് നല്ലൊരു ഉദാഹരണം. പി സി ജോർജ് തന്നെ നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ അതാണ് അങ്ങനെ ഒരു ഏകാംഗ സേന എന്ന് പറഞ്ഞൊന്നും കേരള രാഷ്ട്രീയത്തിലോട്, കാരണം ഇത് മുന്നണികളായിട്ട് ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ പ്രത്യേകിച്ച് തന്നെ BJP-യുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ശക്തമായിട്ട് വരുന്നുണ്ട്. ഇപ്പുറത്ത് CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ഉം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം. അപ്പോൾ ഇതിനിടയിൽ ഒന്നും അഭ്യാസങ്ങൾ കാണിക്കാൻ സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവാണ് അൻവറിനെ ഈ തെക്ക് വടക്ക് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻവർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു DMK ചേരാനുള്ള സാധ്യതകൾ മുഴുവൻ പിണറായി വിജയൻ വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി എവിടെയാണ്? അപ്പോൾ അത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ 1.5 വർഷം മാത്രമേ ഉള്ളൂ, 15 മാസം മാത്രമേ ഉള്ളൂ. അതിനോടിടയ്ക്ക് ഒരു നിലപാട് സ്വീകരിച്ച് ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഭാഗമായില്ലെങ്കിൽ രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നു എന്നുള്ള തിരിച്ചറിവാണ് അൻവറിനെ ഈ കോൺഗ്രസുമായിട്ടും ലീഗുമായിട്ടും ഒക്കെ ചർച്ച നടത്താനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ അതത്ര എളുപ്പമാണോ എന്നുള്ളതാണ് സജീവ ചർച്ച. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണ കോൺഗ്രസ്സുകാരും സ്വീകരിക്കുമോ? അത്ര എളുപ്പമല്ല. ഇതിനകത്തൊരു ലീഗിന്റെ ഒരു നിലപാടും വളരെ പ്രസക്തമാണ്. കാരണം ഇതൊരു മലബാർ രാഷ്ട്രീയമാണ്. കോൺഗ്രസിലേക്കാണ് വരണമെങ്കിൽ ലീഗിന്റെ അഭിപ്രായത്തിനൊരു വില കൊടുക്കും. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, ലീഗിന് അത്ര കടുപ്പിച്ച് പറയാനും പറ്റത്തില്ല, അൻവറിനെ എടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അൻവറിന്റെ സാധ്യതകൾ എത്ര ഉണ്ടെന്നുള്ളത് എല്ലാവരും വളരെ കൗതുകത്തോട് നോക്കിക്കൊണ്ടിരിക്കും. അൻവർ ഈ ബൈക്കിന്റെ മുമ്പിലും ചാനലുകളുടെ മുമ്പിലും ഒന്നും പറയുന്നില്ല. അൻവറിന്റെ ശക്തി എത്ര ഉണ്ടെന്ന് തെളിയിക്കാൻ അൻവറിന് ഇതുവരെ പറ്റുന്നില്ല. അതായത് ഈ 3 ഉപതെരഞ്ഞെടുപ്പിനകത്തും അൻവർ ഉദ്ദേശിച്ച പോലൊന്നും കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല. പിന്നെ അൻവർ ഏകപക്ഷീയമായി പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ കൊടുത്തു എന്ന് പറയുന്നു. അവിടെ നിന്ന് അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിന് വോട്ടുകൾ വീഴുന്ന ഏരിയയാണ്. അപ്പോൾ അതിലൊന്നും അൻവർ ഒരു ശക്തിയാണെന്ന്, പ്രാദേശിക തലത്തിൽ ശക്തിയാണെന്ന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലീഗ് എത്ര കണ്ട് ഇതിനെ എൻഡോഴ്സ് ചെയ്യും. കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്കകത്തേക്ക് അവരുടെ ആഭ്യന്തര കാര്യത്തിലേക്കൊന്നും ലീഗ് പെട്ടെന്നൊന്നും ഇടപെടത്തില്ല. പിന്നെ അവരുടെ അഭിപ്രായം ചോദിച്ചാൽ അവർ പറയുമായിരിക്കാം. പക്ഷെ അതൊഴിച്ചാൽ അൻവർ സജീവമായി നിൽക്കുന്ന സമയത്ത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും നിലമ്പൂരിൽ നിന്ന് വലിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അൻവറിന്റെ സ്വാധീനത്തെക്കുറിച്ചൊക്കെ അപ്പൊ സംശയത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ലീഗ് അങ്ങനെ അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരണമെന്നൊന്നും ലീഗ് ഒരു തുറന്ന അഭിപ്രായം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് കോൺഗ്രസിലേക്കാണ് വരാൻ ശ്രമിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു അഭിപ്രായത്തിനായിരിക്കാം അവരും മുൻതൂക്കം കൊടുക്കുക. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലമാണത്. അവിടെ കയറി ലീഗിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ലീഗ് അത്തരം അഭിപ്രായങ്ങളൊന്നും പരസ്യമായി പറയാൻ തയ്യാറാവത്തില്ല. അപ്പൊ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ തൃശങ്കു സ്വർഗത്തിൽ തന്നെയാണ് അൻവർ പെട്ടു നിൽക്കുന്നത്. അപ്പം ഒരു പാർട്ടി സംഘടിപ്പിച്ച് കൊണ്ടുപോകുക എന്നൊന്നും പറയുമ്പോൾ അസംഭവ്യമായ കാര്യമാണ്. അങ്ങനെ ഇവിടെ ആർക്കും ശോഭിക്കാനും കഴിഞ്ഞിട്ടില്ല. പല പാർട്ടികളുടെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. മുന്നണി എല്ലാം നിൽക്കുന്നവരെല്ലാം ശ്വാസം മുട്ടി മരിച്ചു പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒറ്റയ്ക്കൊന്നും നിന്നൊരു രാഷ്ട്രീയം കേരളത്തിൽ ഇനി കൊണ്ടു നടക്കുക പ്രാദേശിക പാർട്ടി എന്ത് പ്രാദേശിക വികാരം ജാതിയുടെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും അവർക്കൊന്നും നിലനിൽപ്പില്ല. മാക്സിമം 2000-3000 വോട്ടിനപ്പുറത്തേക്ക് സമാഹരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. ഇപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഒറ്റയ്ക്ക് നിന്നാൽ എത്ര വോട്ട് വരെ പിടിക്കാൻ പറ്റും? അപ്പോൾ അതൊക്കെയാണ് സജീവമായി നിൽക്കുന്നത്. ഒരു പാർട്ടിയുടെ ഫോറത്തിൽ നിന്നുകൊണ്ടാണ് ലീഗിൽ 2 തവണയും ജയിക്കാൻ പറ്റിയത്. അല്ല ഇദ്ദേഹത്തിന്റെ മഹത്വം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മഹത്വം ഉണ്ടാവാം. നിലമ്പൂരിലെ കുറെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് അൻവർ സ്വാധീനിക്കുക സ്വാഭാവികമായിട്ടുണ്ട്. അത് എത്ര കണ്ട് പോകുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം മുന്നണികളുടെയും പാർട്ടികളുടെയും അടിസ്ഥാനത്തിൽ ഡിവൈഡഡ് ആണ്. അതിനൊരു വ്യക്തിയുടെ സ്വാധീനം എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമാണ്. 2-3 വാർഡിനപ്പുറത്തേക്കൊന്നും ഈ പറയുന്ന സ്വാധീനം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വേണം. പ്രാദേശിക തെരഞ്ഞെടുപ്പായ പഞ്ചായത്തായാലും അസംബ്ലി ആയാലും ഒക്കെ ഒരുപാട് വേണം. അപ്പോൾ അൻവറിനെ പോലെ ഒരു ഏകാംഗ സംഘത്തിന് എന്തുമാത്രം പണം ജനറേറ്റ് ചെയ്ത് ഈ മുന്നണികൾക്കെതിരായിട്ട് മത്സരിക്കാൻ പറ്റും? ഇത് എതിരായിട്ട് വരുന്ന 2 മുന്നണികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ പണ സ്വാധീനത്തിനോടും രാഷ്ട്രീയ സ്വാധീനത്തിനോടും ജാതി സ്വാധീനത്തിനോടും ഒക്കെ ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ PC ജോർജിന്റെ അവസ്ഥ കണ്ടില്ലേ? PC ജോർജ് ഒരു തവണ എങ്ങനെ ഫ്ലൂക്കിന് ജയിച്ചു പോയി ഒറ്റയ്ക്ക് നിന്ന് 2 മുന്നണികളെ എതിർത്ത്. പക്ഷെ പിന്നീട് അതൊന്നും ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയം പെട്ടെന്നാണ് മാറുകയും തിരികുകയൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഭയങ്കരമായ രീതിയിൽ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന ഒരു സ്ഥലത്ത്. അതുകൊണ്ടാണ് ഈ അൻവർ ഇങ്ങോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നത്. ആ കെയർ ഓഫിൽ അകത്തേക്ക് എങ്ങനെയും കയറി പറ്റിയാൽ രക്ഷപ്പെടാമെന്നുള്ളത് കൊണ്ടാണ്. ഈ സാധ്യതകൾ നിലമ്പൂരിൽ അത്ര എളുപ്പമല്ല. അൻവർ പ്രതിപക്ഷത്താക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ അൻവറുമായി മാനസികമായ ഐക്യമില്ലാതെ നിൽക്കുന്ന വലിയൊരു സംഘം ആൾക്കാർ മറുചേരിയിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസിനും അങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അൻവർ ഇങ്ങോട്ട് വന്നതുകൊണ്ട് കേരളത്തിൽ ഭരണം കിട്ടണമെന്നും നിർബന്ധമില്ല.
അപ്പോൾ അത് കോൺഗ്രസ് കണക്കാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പിനെ എങ്ങനെ മറികടന്ന് എടുക്കാൻ ഇപ്പൊ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും താല്പര്യം കാണിച്ചു എന്നൊക്കെയാണ് ഈ KPCC പ്രസിഡന്റ് താല്പര്യം കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഈ പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പലതവണ ആവശ്യപ്പെട്ടതാണ് ഈ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത്. അന്നൊന്നും കേട്ടില്ല. അപ്പം അതൊക്കെ എത്ര കണ്ട് സാധ്യമാകും എന്നുള്ളത് അത്ര എളുപ്പം. ഇദ്ദേഹം വരുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? അതൊക്കെ പ്രൂവ് ചെയ്യേണ്ടി വരും.